ഹായ് ദിയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിവ്യ അനിൽകുമാർ. ഞാൻ ഇൻഡിപെൻഡൻസ് ഡേയുടെ വീഡിയോ എടുത്തിട്ട് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇന്ന് എൽസുവിന് നഴ്സറിയിലെ ഓണം ഫംഗ്ഷനാണ് കേട്ടോ. ഇന്ന് ഓഗസ്റ്റ് 27 ആണ്. അപ്പോൾ അവളുടെ ലൈഫിലെ സ്കൂൾ ലൈഫിലെ രണ്ടാമത്തെ വിശേഷ ദിവസമാണ്. നേരത്തെ ഇൻഡിപെൻഡൻസ് ഡേയിൽ ഞാൻ ഒരു വീഡിയോ എടുത്തു, പക്ഷേ അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അത് ഇനി ഉടനെ അപ്ലോഡ് ചെയ്യും. അത് ചിലപ്പോൾ അത് അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കിയാൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നമുക്ക് വീഡിയോയിലേക്കോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. പിന്നെ രാത്രി ഒരു നെയിം റിവീലിംഗ് ബോർഡ് രാവിലെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതിരുന്ന് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും തന്നെ 3 മണിയായി. പിന്നെ അടുത്ത് ചേട്ടന് രാവിലെ പോകുമ്പോൾ ഫുഡ് കൊടുത്തു വിടണമെന്നല്ല, പിന്നെ അങ്ങോട്ട് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത്. എന്നിട്ട് ഇതുവരെ ഉറങ്ങിയില്ല. ഇനി ഫങ്ഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നിടന്ന് ഉറങ്ങാമെന്നാണ് വിചാരിക്കണത്. ഇനി കുളിക്കണം. അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല. അവൾ സുഖം ഉറക്കം. ഒരു 9 മണി വരെ അവൾ ഉറങ്ങട്ടെ. കാരണം അവൾ ഉറങ്ങിയപ്പോൾ താമസം. ശരിക്കും പറഞ്ഞാൽ ഇത് പോസ്റ്റ് ചെയ്യുന്ന ദിവസമല്ല ഫംഗ്ഷൻ. 2025 ഓണം ഫംഗ്ഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു സെറ്റ് മുണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് സെറ്റ് മുണ്ട് കൊടുക്കുന്നത്. എത്രത്തോളം ശരിയാകുന്നൊന്നും അറിയാൻ പാടില്ലായിരുന്നു, എന്നാലും സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പ്ലീറ്റ് എടുത്ത് വെച്ചത് എങ്ങനെയാണ് ഉടുക്കുന്നത് പറഞ്ഞാൽ ഒരു സെറ്റ് സാരി വാങ്ങണമെന്ന് കുറേ നാളോട്ട് വിചാരിക്കുന്നു. പക്ഷേ ഉടുക്കാനുള്ള മടി കൊണ്ട് ഇങ്ങനെ വാങ്ങാതെ പോയതാണ്. വെറുതെ വാങ്ങിച്ച് വെക്കൽ മാത്രമേ ഉള്ളൂ. ഈ സാരിയൊന്നും ഇപ്പോൾ ഉടുക്കൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ സമയമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു സാരി ഉടുക്കാൻ. പക്ഷേ ഇപ്പോൾ അത്ര ഇതൊന്നുമില്ല. കാരണം എവിടെയെങ്കിലും പോകണമെങ്കിൽ പെട്ടെന്ന് ഇടാൻ വേണ്ടി ചുരിദാർ അല്ലെങ്കിൽ ജീൻസൊക്കെ അല്ലേ എളുപ്പം. അപ്പം അതെടുത്തിട്ടിട്ട് അങ്ങ് പോവും. അങ്ങനെയാണ്. ഇപ്പോൾ ഇത് ഒരുപാട് നാളിന് ശേഷമാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോയിലെ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എനിക്ക് ശരിക്കും കേൾക്കണില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. എൽസിനെ ഞാൻ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പോയി വാ എഴുന്നേര് അങ്ങനെ പറയില്ല കേട്ടോ. കുറച്ച് നേരം റൂമിൽ ലൈറ്റ് ഇട്ടേക്കും. അവൾക്കാണെങ്കിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉറങ്ങാൻ വേണ്ടി പറ്റില്ല. എനിക്കതുപോലെ തന്നെ കണ്ണിൽ വെളിച്ചടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും. എന്നാൽ ബാക്കിയുള്ളവർ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ ലൈറ്റ് ഓൺ ചെയ്യും. അത് വേറൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ കേട്ടോ അവൾക്കും ലൈറ്റിൻ്റെ പ്രകാശം കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവൾ എഴുന്നേക്കും. അപ്പം ഞാൻ സാധാരണ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ലൈറ്റ് ഓൺ ആക്കിയിട്ട് പോകും. ചിലപ്പോൾ അവൾ അവിടെ കിടന്ന് ബഹളം വയ്ക്കും, നിലക്ക് ഉറങ്ങണം, ലൈറ്റ് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ഇതിപ്പം ഞാൻ കുളിക്കാൻ പോയപ്പോൾ ഇട്ടിട്ടോ ഇല്ല, എന്നാൽ അവൾ എഴുന്നേക്കുമല്ലോ. കുളിച്ചിട്ട് വന്നതിന് ശേഷം ലൈറ്റ് ഓൺ ചെയ്ത് പിന്നെ കുറേ നേരം ഞാൻ അവളടുത്ത് സംസാരിക്കും. കാരണം ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ അലമ്പായിരിക്കും അവൾ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ കളിയൊക്കെ പറഞ്ഞ് കുറേ നേരം അവളെ കൊടുത്ത് ഇരുന്ന് ഒക്കെയാണ് എഴുന്നേക്കുന്നത്. കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും എടുക്കും അവൾ ശരിക്കും എണീക്കാൻ. നമ്മൾ സാരി എടുത്തോണ്ടാണ് പറഞ്ഞത്. സാരി എടുത്തരാമേ. ഞങ്ങളൊക്കെ ചെന്നതിന് ശേഷമായിരുന്നു കേട്ടോ അത്തപ്പൂക്കളം. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ. ഇത്രയും ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ദിവസമല്ല എൻ്റെ സ്കൂൾ ലൈഫിൽ പോലും ഉണ്ടായിട്ടില്ല. എൽസുവിൻ്റെ ആദ്യത്തെ ഫംഗ്ഷനായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഫംഗ്ഷന് അവൾ കിടന്നിങ്ങനെ കളിക്കുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് കരച്ചിലടക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ കരഞ്ഞില്ല, പക്ഷെ എൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിങ്ങൾ മുമ്പത്തെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായപ്പോഴാണ് എനിക്ക് എൽസുവിനെ കിട്ടിയത്. അതും IVF ട്രീറ്റ്മെൻറ്റിലൂടെ ആയിരുന്നു. ഇത് കണ്ടില്ലേ, ഇവർ രണ്ടുപേരും കീരിയും പാമ്പുമാണ് കേട്ടോ. എൽസുവിന് ഇവനെ ഭയങ്കര പേടിയാണ്. ഇതാണ് ആദി, എൽസിൻ്റെ കൂട്ടുകാരൻ. പേടിയെന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം മൂക്കിൽ കടിച്ചു, മൂക്കിൽ 2 പല്ല്, കയ്യിലൊരു ദിവസം കടിച്ചു, കയ്യിൽ 1 പല്ല്, അങ്ങനെയായിരുന്നു. അപ്പോൾ എൽസിന് നല്ല പേടിയുണ്ട് അവനെ. എൽസിനും പുതിയ ഡ്രസ്സാണ് കേട്ടോ. അവൾക്ക് സെറ്റിൻ്റെ അത് ഡ്രസ്സില്ലായിരുന്നു. അപ്പോഴത്തേക്ക് അവൾക്ക് വാങ്ങിച്ചതാണ്. അത്തപ്പൂക്കളമൊക്കെ കണ്ടപ്പോഴത്തേക്കും അതെല്ലാം വാരി കളിക്കണമെന്നൊക്കെ അവൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പൂവൊക്കെ നമ്മൾ വെച്ചിട്ടപ്പോഴത്തേക്കും അവൾ വന്നിരുന്നു. അതുപോലെ പിള്ളേരുടെ അടുത്തൊക്കെ ഭയങ്കര കളിയായിരുന്നു. പിന്നെ അവൾ ആദ്യമായിട്ട് മൈക്ക് പിടിച്ചു. ഞാൻ വിചാരിച്ചു മൈക്ക് കാണുമ്പോഴൊക്കെ പേടിയായിരിക്കും എന്ന് വിചാരിച്ചേട്ടാ. മൈക്ക് പിടിച്ചിട്ട് ജോണി പാടാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ മൈക്ക് പിടിച്ച് അതിൽ സൗണ്ട് ഉണ്ടാക്കിയിട്ട് കുറേ നേരം നിന്ന് അങ്ങനെ. പിന്നെ അതെല്ലാം അവൾ നല്ലതുപോലെ എൻജോയ് ചെയ്യണുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ. പിന്നെ അവളുടെ ടീച്ചർ എൻ്റെ ഫ്രണ്ടാണ്. ടീച്ചറിൻ്റെ റിലേറ്റീവ്സ് കുറച്ച് പിള്ളേർ, പിന്നെ ഉണ്ടായിരുന്നത് പിന്നെ ആരാ അവളുടെ അമ്മ, അതുപോലെ ടീച്ചറിൻ്റെ
ആ റിലേറ്റീവ്സും എല്ലാം ഒരേ വൈബിലുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ഞാൻ പൊതുവേ എങ്ങനെയുള്ള ഫങ്ഷൻസൊക്കെ കുറച്ച് ബാക്കിലോട്ട് നിൽക്കുന്ന ആളാണ്. പക്ഷേ ഞാനും സൂപ്പർ എന്താണെന്ന് പറയുക, അവരുടെ ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കാൻ വേണ്ടി എനിക്കങ്ങനെയൊക്കെ ഇഷ്ടമുണ്ട്. പക്ഷേ അങ്ങനെ ഇതുവരെ പറ്റിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലൊക്കെ നല്ല പാട്ടിട്ടിട്ട് ഡാൻസ് കളിക്കണതായിരുന്നു കേട്ടോ. പാട്ടിട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം, എനിക്ക് വേറെയും 2-3 വീഡിയോസിലൊക്കെ കോപ്പിറൈറ്റ് കണ്ടൻറ്റ് കോപ്പിറൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്ത് ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വോയിസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവരും അതേപോലെ ബാക്കിൽ മ്യൂസിക് ഇട്ടിട്ട് പാട്ട് പാടണുണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെ നന്നായിട്ട് പാട്ട് പാടും. അവളെ ടീച്ചർ പാടും, ടീച്ചറിൻ്റെ അനിയത്തിയൊക്കെ നല്ലതുപോലെ പാടുന്നതാണ് കേട്ടോ. വീഡിയോ എടുത്തിട്ട് ഏകദേശം 1 വർഷമായി. ഇതെന്ത് ഇത്രയും ലേറ്റായി പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് കരച്ചിൽ വരും. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കുഞ്ഞുമായിട്ട് പോയി അവളെ നഴ്സറിയിലാക്കി അതൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പറ്റൂല എന്നുള്ള ഒരു ചിന്താഗതിയിലായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ നടന്നപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു സന്തോഷം കൊണ്ടുള്ള ഒരു ഇതുണ്ടല്ലോ, വോയിസ് ഓവർ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് കരച്ചിൽ വരും. അപ്പോഴത്തേക്കും ഞാൻ നിർത്തി വെച്ചിട്ട് പോകും. അങ്ങനെ ഇതിപ്പോൾ ഫോണിൻ്റെ മെമ്മറി ഏകദേശം ഫുള്ളായി. അപ്പോഴത്തേക്കും ഇനി ഏതെങ്കിലുമൊക്കെ വീഡിയോസ് ഡിലീറ്റ് ചെയ്താലേ പറ്റുള്ളൂ. അങ്ങനെ മാക്സിമം പറ്റുന്ന വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഇതൊക്കെ എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം എൽസിൻ്റെ ജീവിതത്തിലെ ഫസ്റ്റായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതെനിക്ക് എവിടെയെങ്കിലും സൂക്ഷിച്ചേ പറ്റുള്ളൂ. അതും വീഡിയോ ആണെങ്കിൽ അത്യാവശ്യം ലെങ്തും ഉണ്ട്. ഞാൻ ഏകദേശമൊക്കെ കട്ട് ചെയ്താണ് ഈ ഒരു 8 മിനിറ്റിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. അതങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ അത്ര ഇതായിട്ട് ചെയ്തേനെ. പക്ഷേ അങ്ങനെ ഇത് എനിക്ക് മെമ്മറിയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വോയിസ് എല്ലാം ഇടാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിൽ ഞാൻ വോയിസും കൂടെ ചേർത്ത് ഇടുമായിരുന്നു. ചാനൽ ചിലപ്പോൾ റിമൂവ് ആയി പോകുമെന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് പോസ്റ്റ് ചെയ്യാത്ത. ജസ്റ്റ് ഇതിലിപ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന അത് അവളുടെ ടീച്ചറും ഇപ്പുറത്ത് ആ കണ്ണട വെച്ചിരിക്കുന്നില്ലേ സെറ്റ് സാരി എടുത്ത ആൻറ്റി, അതാണ് അവളുടെ ആയ. അവൾ അമ്മാമ്മ എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അവൾക്ക് ഭയങ്കര കാര്യമാണ് ടീച്ചറിനെയും അതുപോലെ ആയയും. ടീച്ചർ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഒരു കുഞ്ഞാവയുണ്ട്, ഒരു മോള്. ടീച്ചറിൻ്റെ മോനാണ് നേരത്തെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചില്ലേ, ഇവളെ കടിച്ചെന്ന് പറഞ്ഞില്ലേ, ആ ഒരു കക്ഷി. അങ്ങനെ ഒരു നല്ല ദിവസം. എൽസുനെ എനിക്ക് എങ്ങനെ കിട്ടിയെന്നുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റോറിയും അതുപോലെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ഹോസ്പിറ്റലിനെ കുറിച്ചും പിന്നെ എൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ജേണിയെക്കുറിച്ച് കംപ്ലീറ്റ് വീഡിയോ എൽസുനൊരു 6 മാസം വരെയുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം 6 മാസം വരെ ആവാൻ വേണ്ടിയിട്ട് പോണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സമയം പോകാതിരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ പരിപാടീസൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ ഇനി ഞാൻ അടുത്തടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ കുറേ വീഡിയോസ് ഞാൻ എൽസുമായിട്ട് ബന്ധപ്പെട്ടത് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ സമയം കിട്ടാത്തത് കൊണ്ടും ഒക്കെ അപ്ലോഡ് ചെയ്യാതെ പോയതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ല നല്ല വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.